പോയി. ശരി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അങ്ങനെ നാട്ടിൽ പോകേണ്ട സമയം അടുത്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണം. കുഞ്ഞിക്ക് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കാണിക്കേണ്ടത് മില്ലേനിയം ഹോസ്പിറ്റലാണ്. ഡോക്ടർ റൂപാലിയാണ് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നത്. പക്ഷേ ഡോക്ടർ റൂപാലി സ്ഥലം മാറിപ്പോയി. അപ്പോൾ ഡോക്ടർ ദിവ്യയും നല്ല ഡോക്ടറാട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്കും കംഫർട്ടബിൾ ആണ് ഡോക്ടർ ദിവ്യയായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഡോക്ടർ ദിവ്യേനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിക്ക് ചെറിയൊരു ജലദോഷം പിന്നെ കുറുങ്ങലും ഉണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. കുഞ്ഞി കിടക്കുന്നുണ്ട് പാവം. ആദ്യമൊക്കെ കുഞ്ഞിനെ കാണിക്കും ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ജോക്കൂട്ടനെ കൊണ്ടുവരാനായിട്ടായിരുന്നു കേട്ടോ. ജോക്കൂട്ടന് കാറ്റീസ് ഉണ്ടായിരുന്നു. കാറ്റീസിന് ഡ്രസ് കോഡായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ജോക്കൂട്ടൻ ക്രിസ്മസ് പാപ്പയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ ജോക്കൂട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് യമനി റെസ്റ്റോറൻറ്റിലേക്കാണ്. യമനിയിലത്തെ മന്തി കഴിക്കാനായിട്ട്. പേര് മറന്നു പോയിട്ടാ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ എനിക്ക് മന്തി ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മദ്ബിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അവിടുത്തെ ആംബിയൻസ് ആയാലും നല്ലതാണ്. ചെറിയ റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ അവിടെ താഴെ ഇരിക്കാനുള്ള, അതായത് ഇങ്ങനെയൊരു സംഭവം കെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇരുന്നില്ല, ഞങ്ങൾ ടേബിളിൽ ഇരുന്ന്. പക്ഷേ കുഞ്ഞിയും ജോക്കുട്ടനായാലും അവിടെ കളിക്കാൻ വിട്ടു ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങൾ മേടിക്കാണ്ടെന്ന്. ഞങ്ങൾ നേരെ വിട്ടത് ക്യാപിറ്റൽ മോളിലേക്കാട്ടോ. ഞങ്ങൾ നോർമലി നെസ്റ്റോയിലേക്ക് പോവാറ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ലുലുവിൽ ഒക്കെ ഭയങ്കരമായിട്ട് പൈസ കൂട്ടിയ കാരണം ഞങ്ങൾ നെസ്റ്റോ ആണ് പിടിക്കാറ്. പക്ഷേ ക്യാപിറ്റൽ മോളിൽ പോയത് ഞങ്ങൾക്ക് ആകെ ഒരു ഇത്തിരി സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റിൽ ഒന്നാമത് ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ക്യാപിറ്റൽ മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തു. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മോളിൽ ഒരു ഈച്ച കുഞ്ഞ് പോലും ഉണ്ടാവാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ക്യാപിറ്റൽ മോളിൽ ഇപ്പോൾ ചൈന സെൻറ്റർ ആയല്ലോ. ചൈന സെൻറ്റർ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറേ ലൈറ്റ്നിങ്ങും കുറേ ഡെക്കറേറ്റീവ് സാധനങ്ങളും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് തുടങ്ങി. അപ്പോഴത്തേക്കും ജോക്കൂട്ടൻ്റെയും കുഞ്ഞിയുടെയും ഒക്കെ കളിയാണ് കേട്ടോ അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഐസ്ക്രീം ദുബായിൽ ഫേമസ് ആണ് കേട്ടോ, പാലട ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. അതായത് ഐസ്ക്രീമിൻ്റെ മുകളിൽ പാലട പായസം ഒഴിച്ച് കഴിക്കണ ഒരു സംഭവം റീലൊക്കെ കണ്ടു കാണണം നിങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ക്യാപിറ്റൽ മോളിലുണ്ട്. ഞങ്ങൾ കൂപ്പൺ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഐസ്ക്രീം ആട്ടോ മേടിച്ചാൽ. നമ്മുടെ പാലട ഐസ്ക്രീം 7 ദിറംസേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ടാണ്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം പാക്ക് ചെയ്യണമല്ലോ, കാരണം നമ്മൾ പോണത് സാറ്റർഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ വേറെ ഫുൾ ബിസി ആയിരിക്കും. സാറ്റർഡേ നമുക്ക് 10 മണിക്ക് പോകണം. അപ്പോൾ നേരത്തെ തന്നെ പാക്കിങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ചേട്ടൻ അഫ്ഗാനിസ്ഥാനിലാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മാഹിയുടെ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഈ വണ്ടിയൊക്കെയാണ് ഞാൻ പണിയാറുണ്ടായിരുന്നേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇങ്ങനെ എടുത്തതാട്ടോ. അഫ്ഗാനിസ്ഥാനിലായാലും യുദ്ധം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ബോംബ് പൊട്ടുമ്പോൾ ജങ്കാറിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മാഹിയുടെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് കാണുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ ചോക്ലേറ്റ്സൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ സെലിബ്രേഷൻസിൻ്റെ മിനിയേച്ചറൊക്കെ ദിവാലിക്ക് വന്ന ഓഫറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ അത് മേടിച്ച് വെച്ച കാരണം കൊണ്ടുപോകാൻ പറ്റി, കാരണം റേറ്റ് അത്രയും നമുക്ക് ഓഫറിന് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പെട്ടി ഒതുക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞു. കുഞ്ഞി നമ്മളെ ഹെൽപ്പ് ചെയ്യാനിട്ടാ. കുഞ്ഞിക്ക് വളരെ ആകാംക്ഷയാണ്, അപ്പം എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ള ഒരു രീതിയിൽ. അങ്ങനെ ഫൈനലി നമ്മുടെ പാക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടിയിൽ വെക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വ്ളോഗൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.